ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ധ്വംസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ ആ ഒരു നിരീക്ഷണത്തിലേക്കാണ് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ സമരമാണ്, പ്രതിഷേധമാണ് ഡൽഹിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ആവശ്യം. മറ്റൊന്നെന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്ത 13-14 വരുന്ന വിദ്യാർത്ഥികൾക്ക് അതെ 1 കോടി രൂപ നഷ്ടപരിഹാരം അവരുടെ കുടുംബത്തിന് നൽകണം. 3 പറയുന്നത് സോനം വാങ്ചുങ്ങിനെ തിരിച്ച് ഈ സമരപന്തലിലേക്ക് അവിടത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ഇതിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കുന്നതൊഴിച്ച് മറ്റ് 2 കാര്യങ്ങളും സർക്കാർ ഒരുപക്ഷെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസത്തെ NDA യോഗത്തിൽ നിന്ന് വരുന്ന വിവരങ്ങളെന്നൊക്കെ പറയുന്നത്. കേന്ദ്രമന്ത്രിമാർ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ സന്ദർശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ എല്ലാവരും ഇപ്പം സെലിബ്രിറ്റികളായിക്കോട്ടെ, പൊതുരംഗത്തുള്ള പ്രമുഖരായിക്കോട്ടെ, ഇവരെല്ലാം CJPയുടെ ഈ ഒരു പ്രതിഷേധത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. പാറ്റകൾ, കൂറകൾ എന്നൊക്കെ വിളിച്ച് ഇവരെ ആക്ഷേപിച്ചിരുന്ന, പാറ്റകളെ ഹിറ്റടിച്ച് പായിക്കും, ചവിട്ടി ഞെരിച്ചു കളയുമെന്നൊക്കെയായിരുന്നു അധിക്ഷേപ സ്വരങ്ങൾ പലരും, പ്രത്യേകിച്ചും BJP അനുഭാവികൾ നേരത്തെയൊക്കെ കാഴ്ചവെച്ചത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മോദി മുട്ടുമടക്കുകയും CJPയുടെ പ്രതിഷേധാഗ്നി ആളിക്കത്തുന്ന നിലയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ചൈന, റഷ്യ, ഇറാൻ, സൗദി അറേബ്യ, നമുക്കറിയാം ഇതൊക്കെ ഏകാധിപത്യ രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന രാജ്യങ്ങളാണിത്. മിണ്ടാണ്ട് ജീവൻ രക്ഷാപ്രവർത്തനം, അതെ, രക്ഷാപ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങളാണിത്. അതുകൊണ്ട് മിണ്ടാണ്ട് വായും പൂട്ടി സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാതെ അവിടുത്തെ ജനങ്ങളൊക്കെ ഇരിക്കണമെന്നാണ് ആ സർക്കാരിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. ആ നിലപാടിലേക്ക്, അതായത് ചൈന, റഷ്യ, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ എങ്ങനെയാണ് എതിർ അഭിപ്രായങ്ങളെ, ഡിസൻറ്റിനോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്, ആ ഒരു രീതിയിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക്, ബിഹേവിയറിലേക്ക് ഇന്ത്യയും കൂടി നീങ്ങുകയാണോ എന്നാണ് ചോദിക്കാനുള്ളത്. ആ രീതിയിൽ അങ്ങോട്ടേക്കാണോ ഇന്ത്യയുടെ പോക്ക്? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ അടിച്ചമർത്തൽ, അത് വിദ്യാർത്ഥി യുവജന സമരങ്ങളെ അടിച്ചമർത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ, അല്ലെ ലോകത്തിലെ ജനസംഖ്യ കൊണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യമായ, ആയുധശക്തിയിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യമായ ചൈന, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈന തന്നെയാണ്. ടിയാൻമൻ സ്ക്വയർ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ടാങ്ക് കയറ്റി കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ആ പശ്ചാത്തലവും മാനസിക കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരിന്ന് ഇവർക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുക. ആർക്ക്? ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിരിക്കുന്നു. വരാനുള്ള ധാർമ്മിക അവകാശം അവർക്കുണ്ടോ? ഇവിടെ ഇത്തരം കാര്യങ്ങൾ BJP ഗവൺമെൻറ് സാധിക്കുന്നതിൻ്റെ കാരണം പ്രതിപക്ഷത്തുള്ള പല കക്ഷികളും തങ്ങൾക്കെതിരായുള്ള എതിർപ്പിനെ അടിച്ചമർത്തലിൻ്റെ മാർഗത്തിലൂടെ നേരിടാൻ നോക്കുന്നു എന്നുള്ളതാണ്. ആ അടിച്ചമർത്തലിൻ്റെ മാർഗത്തിലൂടെ നോക്കുന്നതിന് മോഡി അത് മുതലാക്കുക. മോഡി മുതലാക്കുക എന്ന് പറഞ്ഞാൽ, മോഡി ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെക്കുറിച്ച് പറയുന്നു. പല ഇഷ്യൂസ് ഉണ്ടായപ്പോഴും, കർഷക സമരം ഉണ്ടായപ്പോഴും, അതിനുശേഷം മറ്റ് പല സമരങ്ങളുണ്ടായപ്പോഴും മന്ത്രി രാജിവെച്ചുള്ള ഒരു കളിക്കും BJP പോയിട്ടില്ല. അത് പല കാരണങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം ഒരു മന്ത്രി രാജിവെച്ചാൽ തുടർച്ചയായിട്ടത് ഇതായിട്ട് വരും. പിന്നെ പണ്ട് കാലത്ത് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലുള്ളവർ മന്ത്രിസ്ഥാനം രാജിവെച്ച് പോയിട്ടുണ്ട്. അതില്ല. ഇവിടെ ഈ പാറ്റകളുടെ സമരം താങ്കൾ പറഞ്ഞു ഇറാനിലുണ്ടോ, ഇറാഖിലുണ്ടോ? അവിടെ സമരത്തെക്കുറിച്ച് ആലോചിക്കുക. സാധാരണ ചൈനയിലുണ്ടോ? ചൈനയിലെ പറഞ്ഞ ടിയാൻമൻ സ്ക്വയറിലെ കാര്യം പറഞ്ഞാൽ ടാങ്ക് കയറ്റിയാണ് കൊന്നത്. ആലോചിക്കാൻ പറ്റുമോ? ആ കൾച്ചറുള്ളതുകൊണ്ടാണ് TP ചന്ദ്രസേനൊക്കെ കൊല്ലാൻ പറ്റും. ഇവിടെ 52 വെട്ടുവെട്ടി കൊല്ലാൻ പറ്റും. ചോദിക്കുന്നത് ഈ സഖാക്കൾക്കൊക്കെ, ഈ ചങ്കിലെ ചൈനയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന സഖാക്കൾക്കൊക്കെ ഇത് എങ്ങനെയാണ് ഇതിനെതിരെ ശബ്ദമുയർത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രതിഷേധ കുറിപ്പ് ചൈനയിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സർക്കാർ നിലപാടുകൾക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലയെന്ന് മാത്രമല്ല, എല്ലാ കാര്യം, ഇപ്പം ഉറുഗ്വേർ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഏറ്റവും മനുഷ്യത്വരഹിതമായ പീഡനം നടത്തുന്ന രാജ്യം ചൈന. ഇവിടെ ആർക്കും പ്രതിഷേധമില്ല, മുസ്ലിം സംഘടനകൾക്ക് പോലും പ്രതിഷേധമില്ല. പക്ഷേ ഇവിടെ
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മഹത്വം ഈ ചൈനയുടെ മഹത്വമല്ല, സൗദി അറേബ്യയുടെ മഹത്വമല്ല, ഇറാൻ്റെ മഹത്വമല്ല. ഇറാനിൽ അടുത്ത ദിവസം പോലും സമരമായിരുന്നു, വിദ്യാർത്ഥി സമരം നടന്നിരുന്നു, അടിച്ചമർത്തൽ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മറിച്ച് ഇറാഖിലും ഇത് തന്നെ സംഭവിച്ചു. ഈജിപ്തിലും മുല്ലപ്പൂ വിപ്ലവം വന്ന് ഭരണകൂടം മാറേണ്ടി വന്നു. സിറിയയിലെ രാജ്യം തന്നെ ഇല്ലാതായി. അപ്പോൾ അടിച്ചമർത്തൽ കൊണ്ടൊരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അതും ശരിയാകില്ല. നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. പക്ഷേ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മോഡിയുടെയും അമിത്ഷായുടെയും ഒക്കെ കണ്ണു തുറപ്പിക്കേണ്ട സമരം കൂടിയാണ്. ഇവിടെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഗവൺമെൻറ്റിന് ഗുരുതരമായ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം. 10-20ഓളം വിദ്യാർത്ഥികൾ, ചെറുപ്പം യുവാക്കൾ ആത്മഹത്യ ചെയ്യുകയാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ആത്മഹത്യ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം ഇവിടെ സൃഷ്ടിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ അവർക്ക് പറ്റുമോ? ആ പശ്ചാത്തലം എങ്ങനെ ഉണ്ടാക്കി? ഈ ആത്മഹത്യയിലേക്ക് പിള്ളേരെ പറഞ്ഞു വിട്ടതാരെ? ആ പശ്ചാത്തലത്തിൽ നിന്നും മാറാൻ ഇവർക്ക് സാധിക്കില്ല. പിന്നെ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഈ മരിച്ചവർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യത്തിന് നഷ്ടപരിഹാരം, അത് 1 കോടിയോ 2 കോടിയോ എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ് തീരുമാനിക്കുക. രണ്ടാമത്തെ കാര്യം, ഇനിയുള്ള പരീക്ഷകൾ സുതാര്യമായിട്ട് നടത്തുക. സുതാര്യമായിട്ട് നടത്തുന്ന പറയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ PSC പരീക്ഷ എങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ആർഷോ എന്ന് പറഞ്ഞ ആൾ യൂണിവേഴ്സിറ്റി കോഴ്സ് പഠിക്കാതെ ഡിഗ്രി മേടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അത് നടക്കുന്ന സ്റ്റേറ്റാണിത്. ഇവർക്ക് എങ്ങനെ മോഡിയുടെ വിദ്യാഭ്യാസത്തെ എതിർക്കാൻ പറ്റും? ധാർമ്മികമായി എതിർക്കാൻ അവകാശമില്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ആശമാരെന്ന് പറയുന്ന ഒരു സംഘം തൊഴിലാളികൾ വേതനം വർദ്ധിപ്പിക്കാനായിട്ട് കുറേ നാള് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമരത്തെ പുച്ഛിച്ച് തള്ളുന്ന, എഴുതി തള്ളുന്ന, അതിനെ ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, ആ സമരം നടത്തുന്ന സംഘടനയും ആൾക്കാരെയും ഒക്കെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ സോക്കോൾഡ് CPM സഖാക്കൾ സ്വീകരിച്ചത്. അവരാണിപ്പം ഡൽഹിയിൽ നീറ്റിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപഹാസ്യമായിട്ട് തോന്നുന്നുണ്ട്. മോഡിക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെ അമിത്ഷായ്ക്ക് ഇവിടെ ഈ പിള്ളേരുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന് ശ്രമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാരണം അതിന് പ്രോത്സാഹനം നൽകുന്ന പിണറായി വിജയനെ പോലുള്ളവരാണ്. അല്ല, അതുകൊണ്ട് മാതൃക അതുകൊണ്ടാണ് സാറേ ഞാൻ ചോദിച്ചത്. ഇന്ത്യ യഥാർത്ഥത്തിൽ ചൈനയെ, റഷ്യയെ, ഇറാനെ, സൗദി അറേബ്യയെ ഇതുപോലുള്ള ഒട്ടും ജനാധിപത്യമില്ലാത്ത സർക്കാരിൻ്റെ അടിമകളായിട്ട് ജനങ്ങൾ ജീവിക്കേണ്ട രാജ്യങ്ങളാണിത്. ഒരക്ഷരം സർക്കാരിനെതിരെ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തലമണ്ട അടിച്ചു പൊട്ടിക്കും. അങ്ങനത്തെ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ. ആ രാജ്യങ്ങളുടെ ഒരു സ്വഭാവത്തിലേക്ക് ഇന്ത്യയും മാറുകയാണോ? ഏകാധിപത്യം, ഫാസിസത്തിലേക്കൊക്കെ ഇന്ത്യയും പരിപൂർണമായിട്ടും മാറുന്നതിൻ്റെ പ്രവണതയാണോ ഇതെന്നാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ ചോദിച്ചത്. അടിച്ചമർത്തൽ കൂടുന്തോറും രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അടിച്ചമർത്തൽ കൂടുന്തോറും ഉറപ്പായിട്ടും ഇന്ത്യയിലും ഈ അടിച്ചമർത്തൽ കൂടും. ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ കൂടും. അടിച്ചമർത്തിയാൽ തങ്ങൾക്ക് ഭരണം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ധാരണ ഭരണാധികാരികൾക്കുണ്ടാകുമ്പോൾ അവർ സ്വീകരിക്കുന്ന മാർഗ്ഗം അടിച്ചമർത്തലിൻ്റെ മാർഗ്ഗമാണ്. ലോകം മുഴുവൻ അങ്ങനെയാണ്. രാജഭരണമാണെങ്കിലും മതപരമായ ഭരണകൂടങ്ങളാണെങ്കിലും ജനാധിപത്യ ഭരണകൂടങ്ങൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ബർമ്മ ഏറ്റവും അടുത്ത് നമ്മുടെ തൊട്ടയിലൊക്കത്തുള്ള രാജ്യം ബർമ്മ. ഏറ്റവും കൂടുതൽ അടിച്ചമർത്തുന്ന വേറെ രാജ്യം ബർമ്മ. അപ്പോൾ ഇത് ഇല്ലാതാക്കണമെങ്കിൽ ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ നേതൃത്വം വേണം. അവർക്ക് ഇതുവരെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇത്രയും കൊല്ലം 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി, ഇത്രയും കാലം അത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് നേതാവ് ഭരിച്ചാലും ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാൻ കണക്ക് കൂട്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഈ സമരം ജയിച്ചാലും തോറ്റാലും അത് BJPക്ക് നേട്ടമാണ്. അതിൻ്റെ കാരണം ജയിച്ചാലും തോറ്റാലും ഈ സമരം BJPക്ക് ഇപ്പോൾ ഈ സമരം ഇപ്പോൾ ഉള്ളിടത്തോളം കാലം രാമൻ്റെ സ്വർണ്ണമൊക്കെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്, പത്രത്തിൽ ഹെഡിങ് കാണിക്കാമോ? എന്തുപറ്റി? BJP ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകേണ്ടിയിരുന്ന ഒരു വിഷയമാണ്. നമ്മളിവിടെ ശബരിമല മുങ്ങിപ്പോയത് തന്നെ. BJP ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകേണ്ടിയിരുന്ന ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇന്ന് എന്തെങ്കിലും വാർത്തകളുണ്ടോ? ആ വാർത്തകൾ എങ്ങനെയാണ് മുങ്ങിയത്? എങ്ങനെയാണ്? കോക്രോച്ച് BJP കാരണം അല്ലേ? അപ്പോൾ ഈ സമരം അവർ തുടങ്ങി, ജയിച്ചാലും തോറ്റാലും ആർക്കാ ലാഭം? ഇനി ഇതിൻ്റെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ അവിടെയും BJPക്ക് ലാഭമാണ്. അതാണ് ഇവിടെ BJPയുടെ അഡ്വാൻറ്റേജാണ്. പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു നിൽക്കാൻ BJPയുടെ സമരം സഹായിക്കുന്നു.
അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് CJP സമരത്തെ ബി ജെ പി കൊണ്ടുവന്നല്ല, ഇത് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാവും. ഈ സമരം തീർന്നാലും ഈ സമരം അടിച്ചമർത്തിയാലും അടുത്ത ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത്തരം സമരങ്ങൾ ഒരു വേവ് പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സെൻസിബിൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ കയ്യിലേക്ക് ഇതെത്തുമ്പോൾ 77 അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരമായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഇന്ത്യ സമരം ചെയ്തതല്ലേ, നിരക്ഷര കുട്ടികളൊക്കെ സമരം ചെയ്തതല്ലേ, കർഷക സമരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഭഗത് സിംഗ് പറഞ്ഞ വലിയൊരു കോട്ടുണ്ട്. ഭഗത് സിംഗ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഹെയ്റ്റ് ദ സിസ്റ്റം നെവർ ഹെയ്റ്റ് ദ കൺട്രി എന്നാണ്. നിങ്ങൾ സിസ്റ്റത്തെ ഹെയ്റ്റ് ചെയ്യൂ, സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്നു കാണിക്കൂ, പക്ഷേ നിങ്ങൾ ഒരിക്കലും രാജ്യത്തെ വെറുക്കരുത്, രാജ്യത്തെ ഹെയ്റ്റ് ചെയ്യരുതെന്ന് ഭഗത് സിംഗ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സമരത്തെ അനുകൂലിച്ച് നിൽക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. ഒരു 3 പേരെ നമുക്കതിൽ കാണിക്കാൻ പറ്റും. അതിലൊന്നെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് നമ്മുടെ രാജ്യം നന്നാവണം, അല്ലെങ്കിൽ ഈ സിസ്റ്റം മാറണം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക്, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് വളരെ നിഷ്കളങ്കമായി ഈ സമരത്തിനൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഈ രാജ്യം നശിച്ചു കാണണം, ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ മുഴുവൻ താഴത്തിറക്കി അവർക്ക് അനുകൂലമാകുന്ന ഒരു സംവിധാനത്തെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇങ്ങനെയുള്ള കുറച്ചധികം കൂട്ടർ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതായത് ഈ രണ്ടാമത്തെ കൂട്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറൽ സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ മൊത്തം ഈ ബംഗ്ലാദേശിലൊക്കെ നടന്ന വിപ്ലവം ഉണ്ടല്ലോ, ആ സമാനമായിട്ടുള്ള ഒരു വിപ്ലവം, ബംഗ്ലാദേശിന് സമാനമായിട്ട് അതെ അങ്ങനെ ഒരു വിപ്ലവം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ശരിക്കും പ്രതിവിപ്ലവം എന്നാണ് പറയുന്നത്. അതെ, അത് ഇവിടെ രൂപപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത്? നമ്മൾ കോസിനെ പിന്തുണയ്ക്കുക. ഭഗത് സിംഗ് പറയുന്നുണ്ട് രാജ്യത്തെ മറക്കരുതെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഇവർ ഉയർത്തുന്നൊരു കോസുണ്ട്, ആ കോസിനെ പെർസ് ചെയ്യാൻ നോക്കുക. ആ കോസിൻ്റെ പുറകെ നമ്മൾ സമരമായിട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ കോസിനെ ഇല്ലാതാക്കി മറ്റ് ഇഷ്യൂസിലേക്ക് ഇത് കൊണ്ടുവരാൻ നോക്കും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി ICUവിലാണ് മർദ്ദനമേറ്റ്. അപ്പോൾ അതിൻ്റെ ജാതി നോക്കും. നാളെ പറയാം ഒരു സിഖുകാരിയാണ് അല്ലെങ്കിൽ മുസ്ലിമാണ്, അവൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വന്നവളാണ് ആണെന്ന്. എനിക്ക് സാറേ ഇതിൽ മനസ്സിലാവാത്തത് ഇതിൻ്റെ ആർട്ടിക്കിൾ 370 ഒക്കെ, ഞാൻ ആർട്ടിക്കിൾ 370 അത് എന്താണ് എടുത്തു കളഞ്ഞതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. കശ്മീരിൽ അത് എടുത്തു കളഞ്ഞതിന് BJPക്ക് അഭിനന്ദനം, കയ്യടി കൊടുക്കുന്ന ഒരാളാണ്. അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ? ഈ കൊടുത്ത് കാണും ഉണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്? ബംഗ്ലാദേശിന് സമാനമായിട്ടുള്ള ഒരു വിപ്ലവമാണ് വേണ്ടത്. ഫക്ക് മോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മോദിയെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഈ സ്റ്റാറ്റസ് ആക്കുകയും അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കുറേയധികം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അങ്ങനത്തെ നിലപാടെടുക്കുന്നവർ ശരിക്കും ആരെയാണ് സഹായിക്കുന്നത്? BJP സഹായിക്കുക. അത് അവർ BJPയുടെ ഏജന്റുമാരാണ്. ഡയറക്റ്റായിട്ട് തന്നെ ഒരു BJPക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഇവിടെ കാന്തപുരമൊക്കെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ അയോധ്യ പോകരുതെന്ന് പറയുന്ന കാന്തപുരം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? കാന്തപുരത്തിന് എന്താ അവകാശം? ആരമ്പലത്തിൽ പോകണം തീരുമാനിക്കുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാന്തപുരത്തിന് വരുമ്പോൾ ഹിന്ദുക്കളുടെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ബെനിഫിഷ്യറി കോൺഗ്രസ് ആയാലും BJP ആവും. തടയാൻ പറ്റുമോ? അപ്പോൾ കാന്തപുരമൊക്കെ നെഗറ്റീവായിട്ട് BJPയുടെ വളർച്ചയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇവിടെ ശരിക്കും ഇവരുടെ പിള്ളേരുടെ കാര്യത്തിലാണ് തകരാറെങ്കിൽ അവിടെ മാത്രമല്ല, ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിലും ഈ പരീക്ഷ നടക്കുന്ന പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ്റുള്ളിടത്തും ഇടതുപക്ഷം ഭരിക്കുന്നിടത്തും എല്ലാ പ്രശ്നങ്ങളുണ്ട്. അത് സമഗ്രമായി ശാസ്ത്രീയമായ കുറ്റമറ്റ ഒരു പരീക്ഷാ രീതി, വാല്യുവേഷൻ രീതി കണ്ടെത്താനുള്ള ശ്രമമാണ് ഗവൺമെൻറ്റുകൾ നടത്തുന്നത്.